ഹലോ ഫ്രണ്ട്സ്, ലിറ്റിൽ ബീറ്റ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അധികം സുപരിചിതമല്ലാത്ത എന്നാൽ വളരെ ഔഷധ ഗുണമുള്ള പൊന്നാരി വീരൻ എന്ന സസ്യത്തെയാണ്. ചില സ്ഥലങ്ങളിൽ ഇതിന് പൊന്നാടി വീരൻ എന്ന പേരുമുണ്ട്. ഇതിൻ്റെ ഇലകൾ ഉപയോഗിച്ച് ഒരു ടേസ്റ്റി തോരനാണ് നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വളരെ ഔഷധ ഗുണമുള്ള ഈ സസ്യത്തിൻ്റെ പൂക്കളും അതുപോലെ മൂപ്പത്താത്ത കായും ഇലകളും എല്ലാം ഭക്ഷ്യോഗ്യമാണ്. മാത്രമല്ല ഇതിൻ്റെ വേരിട്ട് കാച്ചിയ എണ്ണ മുടികൊഴിച്ചിൽ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു പരിചരണവും ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ഏത് കാലാവസ്ഥയും അതിജീവിക്കാനുള്ള ഒരു കഴിവ് ഈ സസ്യത്തിനുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ പറിച്ചെടുത്ത ഇലകളെല്ലാം നന്നായിട്ട് കഴുകിയെടുക്കാം. ഇനി ഇലകൾ തണ്ടിൽ നിന്ന് ഇതുപോലെ വേർതിരിച്ചെടുക്കണം. കാരണം തണ്ടോട് കൂടിയിട്ട് അരിയുകയാണെങ്കിൽ വേവാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ നമുക്ക് ഇലകൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പിടിക്കണക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഏതാണ്ട് ഒരു 4 പിടിയോളമുണ്ട്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. ഇത് വളരെ ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കണം. ഇനി നമുക്ക് തേങ്ങ ഒതുക്കിയെടുക്കണം. അതിനായിട്ട് ആവശ്യത്തിന് തേങ്ങ, അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 അല്ലി വെളുത്തുള്ളി, എരിവിനാവശ്യമായ കാന്താരി എന്നിവ ചേർത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 സ്പൂൺ കടുക് ആഡ് ചെയ്യാം. കടുക് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ച ഇല ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഒതുക്കി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അരിഞ്ഞു വെച്ച ചെറിയുള്ളി കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ തോരൻ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം. ഉപ്പൊക്കെ കറക്റ്റാണ്. നമുക്കിതിനെ ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.